മറ്റൊരു വാർത്തയിലേക്ക് പോകണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം BBG റാംജി ബിൽ പാസാക്കാൻ കേന്ദ്രം ഇന്ന് ലോക്സഭയിൽ ബില്ല് ചർച്ച ചെയ്ത് പാസാക്കാനാണ് നീക്കം. ബില്ലിലെ വ്യവസ്ഥകളിൽ NDAയിലെ കക്ഷികളായ JDUവിനും TDPക്കും ആശങ്ക ഉണ്ട്. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. രാകേഷ്, സർക്കാരിൻ്റെ വളരെ തിരക്കിട്ട ഒരു നീക്കമാണ് ഇന്നത് പാസാക്കുക എന്നുള്ളത്. മറ്റ് കക്ഷികളുടെ ഇപ്പോൾ YSR കോൺഗ്രസിൻ്റെ അടക്കം പിന്തുണ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അകാലിദൾ ചില എതിർപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഏതായാലും ബില്ല് പാസ്സാക്കാനുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നടക്കുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ പ്രതിഷേധങ്ങൾക്കിടെയാണ് ബില്ല് അവതരിപ്പിച്ചത് ശിവരാജ് സിംഗ് ചൗഹാൻ, ഗ്രാമവികസന മന്ത്രി. ഇന്നേതായാലും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ബില്ലിൽ ചർച്ച ചെയ്ത് പാസ്സാക്കുക, അതുതന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. ഏതായാലും 2 ബില്ലുകൾ ഇന്ന് അജണ്ടയിലുണ്ട്. ഒന്ന് ശാന്തി ബില്ലാണ്, ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ബില്ലാണത്. അതിനുശേഷം ആണ് ഏതായാലും BBG റാംജി ബില്ലിൽ ചർച്ച നടക്കുക. നേരത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ വലിയ തോതിൽ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ട്. ഒന്ന്, രാഷ്ട്രപിതാവിൻ്റെ പേര് നീക്കം ചെയ്തതിൽ വലിയ എതിർപ്പ് പ്രതിപക്ഷം ഇന്നലെ തന്നെ ഉന്നയിച്ചതാണ്. ഒപ്പം ബില്ലിലെ വ്യവസ്ഥകളിൽ വലിയ എതിർപ്പുണ്ട്. അതിൽ തന്നെ സംസ്ഥാന വിഹിതം, സംസ്ഥാനങ്ങൾ ചെലവഴിക്കേണ്ട തുക 40% ആക്കി ഉയർത്തിയതിലും പ്രതിഷേധം ശക്തമാണ്. പക്ഷേ സർക്കാർ ഏതായാലും അക്കാര്യത്തിൽ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്ന ആലോചന തന്നെയാണ് സർക്കാരിനുള്ളത്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആവശ്യം ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് വിശദമായ ചർച്ച തന്നെ ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യം അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും മുന്നണിയിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് സർക്കാരിലെ 2 പ്രധാനപ്പെട്ട കക്ഷികളാണ് TDPയും JDUവും. TDPക്ക് 16 അംഗങ്ങളുണ്ട്, JDUവിന് 12. അവർ ഈ ബില്ലിനെ എതിർക്കുന്നില്ല. കാരണം ബില്ലിലെ പല ആശയത്തോടും യോജിപ്പുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 100 ദിവസമാണ് നിലവിൽ പ്രവൃത്തി ദിവസമെങ്കിൽ അത് 125ആയി വർദ്ധിപ്പിക്കുന്നു. തൊഴിൽ ദിനങ്ങൾ 125ആയി വർദ്ധിപ്പിക്കുന്നു. അത്തരം വ്യവസ്ഥകളൊക്കെ തന്നെ അനുകൂലമാണ് എന്നാണ് 2 പാർട്ടി നേതാക്കളും പറഞ്ഞത്. പക്ഷേ 60:40 എന്ന വ്യവസ്ഥയോട് വലിയ ആശങ്ക അവർക്കുണ്ട്. കാരണം ആന്ധ്രയിൽ നിന്നുള്ള MPമാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത നിലവിലുണ്ട്. ആ ഘട്ടത്തിൽ ഇതിൻ്റെ ചെലവ് കൂടി വഹിക്കണം എന്ന് വരുമ്പോൾ അത് അധിക ചെലവായി മാറും, വലിയ ബാധ്യതയായി മാറും എന്ന പ്രതികരണമാണ് TDP MPമാരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. പക്ഷേ ഏതായാലും ബില്ലിനോട് എതിർക്കാനുള്ള നീക്കത്തിലേക്ക് 2 പാർട്ടികളും പോകില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് അക്കാര്യത്തിൽ ആശ്വാസമാണ്. സർക്കാരിന് ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരും. കോൺഗ്രസ് ആകട്ടെ പാർലമെന്റിനകത്തെ പ്രതിഷേധം അത് പുറത്തേക്ക് കൂടി വ്യാപിക്കുകയാണ്. ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം നടക്കുക. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാപക ദിനമാണ് 28-ാം തീയതി. അന്നും പ്രതിഷേധ പരിപാടികൾക്ക് ഏതായാലും പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മറ്റൊരു കാര്യം രാകേഷ്, ഈ JDUവിൻ്റെയും TDPയുടെയും മറ്റും ആശങ്ക, അത് സ്വാഭാവികമായും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം, ഈ തൊഴിലുറപ്പ് വിഹിതം 40% ആക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. സംശയമില്ല. നേരത്തെ 10% അത് 40-ലേക്ക് എത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ മേൽ അധിക ബാധ്യത വരികയാണ്. കേരളത്തിനും എതിർപ്പുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു ഭേദഗതി അല്ലെങ്കിൽ വ്യവസ്ഥ മാറ്റം, അതിലേക്കൊക്കെ സർക്കാർ ഈ പുതിയ ഘട്ടത്തിൽ ചിന്തിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അക്കാര്യം തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റിയത് അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത പല പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടികളുടെയൊക്കെ തന്നെ MPമാർ ഉന്നയിച്ചത് അതുതന്നെയാണ്. അതായത് തൊഴിൽ ദിനങ്ങൾ 125ആയി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് 40% വിഹിതം അല്ലെങ്കിൽ ഇതിൻ്റെ വേതനം സംബന്ധിച്ച് 40% വഹിക്കേണ്ട സംസ്ഥാനങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ബാധ്യതയാവും. സ്വാഭാവികമായും അത്തരം പ്രവൃത്തി ദിവസങ്ങൾ 125 ദിവസം നൽകാൻ കഴിയില്ല എന്ന് ചില MPമാരൊക്കെ തന്നെ ഇന്നലെ പങ്കുവച്ചിരുന്നു. ഏതായാലും JDUവും TDPയും അഭിപ്രായം പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി സർക്കാരിൻ്റെ നീക്കം എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തൊരു പ്രതികരണം വന്നിട്ടില്ല. ഒരുപക്ഷെ ഭേദഗതികൾ ഉണ്ടായേക്കാം. അത് ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരം ഭേദഗതികൾ വോട്ടിനിട്ട് തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്ന ഈ ബില്ല് ഉടൻ തന്നെ പാസ്സാക്കിയെടുക്കുക എന്ന നീക്കം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അത്തരം നീക്കവുമായാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സർക്കാരിൽ നിന്ന്, മുന്നണിയിൽ നിന്ന്, NDAയിൽ നിന്ന് ചില ആശങ്കകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും സർക്കാരിനെ അവർ എതിർക്കില്ല എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാകുമെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്ത് പാസ്സാക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുന്നത്. ശരി, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു.